ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ കരുതി ഞങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂം ഒന്ന് റീസെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ വലിയ ഇംഗ്ലീഷൊന്നും ഉപയോഗിക്കുന്നില്ല, പൊടിയൊക്കെ നന്നായിട്ട് തുടച്ച് കളയാമെന്ന് വിചാരിച്ചു. ഓക്കെ. ജനലൊക്കെ തുറന്നിട്ട് ഭയങ്കര മഴയാട്ടോ, പുറത്ത് നല്ല മഴയുണ്ട്. മഴയാണ്, തണുപ്പും ഒക്കെയാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ബെഡ്ഷീറ്റൊക്കെ നമ്മൾ സമയത്തിനൊക്കെ മാറ്റണമല്ലേ. അത്യാവശ്യം നല്ല പൊടിയൊക്കെ ഉണ്ട്, ഫാനിലൊക്കെ നല്ല ഡസ്റ്റുണ്ട്. അപ്പം അതെല്ലാം നന്നായിട്ട് ആദ്യം ഞാൻ ഉണങ്ങിയ തുണി വെച്ചൊക്കെ ഒന്ന് തുടച്ചെടുത്തു. അതിന് ശേഷം നനഞ്ഞ തുണി വെച്ച് നന്നായിട്ട് വൈപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല പൊടിയുണ്ട്, ആ സീലിങ്ങിലൊക്കെ നല്ല പൊടിയുണ്ട്. അത് നമുക്ക് ദൂരെ നിന്നാൽ കാണത്തില്ല, പക്ഷെ അടുത്ത് നിന്ന് നോക്കിയപ്പോഴാണ്, ഞാൻ ഫാൻ തുടയ്ക്കാൻ വേണ്ടിയാണ് ആക്ച്വലി കയറിയത്, പക്ഷേ അടുത്ത് നിന്നപ്പോഴാണ് മനസ്സിലായ സീലിങ്ങിലൊക്കെ നല്ല പൊടിയുണ്ടെന്ന്. ഒന്നാമത് ഇതിൻ്റെ ഇടയ്ക്കുമൊക്കെ നല്ല പൊടിയുണ്ട്. ഇത്രയും പൊടിയുണ്ടെന്ന് ഞാൻ കരുതിയതേ ഇല്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ, ലൈറ്റിൻ്റെ ഇടയിലൊക്കെ നല്ല ഡസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, അലമാരയുടെ മുകൾ ഭാഗത്തും വലിയ പൊടി ഇല്ലായിരുന്നു, എന്നാലും കുറച്ച് നനച്ച് തുടച്ചപ്പോൾ നല്ല ഉണ്ടായിരുന്നു, നല്ല പൊടി ഉണ്ടായിരുന്നു. പിന്നെ കൂടാതെ നമ്മൾ എ സിയിൽ ചുറ്റുപാടൊന്നും പൊടിയില്ലെങ്കിലും എ സിയൊക്കെ ഞാൻ മഴക്കാലത്ത് ഉണ്ടാകുന്നൊരു പ്രശ്നം വെച്ചാൽ ആരും എ സി ഒന്നും ഓൺ ചെയ്യാറില്ല, നല്ല ഓൾറെഡി നല്ല തണുപ്പുണ്ടല്ലോ. പക്ഷെ എന്നാലും മാസത്തിൽ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ ഒരു 3 ആഴ്ച കൂടുമ്പോഴും ഒക്കെ എ സി ഒന്ന് ചുമ്മാതെ ഒന്ന് ഓണാക്കി ഇടണം കുറച്ച് നേരത്തേക്ക്, അല്ലെങ്കിൽ അതിനകത്തൊക്കെ പൂപ്പൽ പിടിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. വർഷാവർഷം ക്ലീനും ചെയ്യണം. വർഷാവർഷം ഞാൻ സർവീസ് ചെയ്യിക്കാറുണ്ട്, അവരെ തന്നെ വിളിച്ച് അവർ തന്നെ എല്ലാം ക്ലീൻ ചെയ്യുന്നാലും ഓൺ ചെയ്യാതിരിക്കരുത്, ചൂടുകാലത്ത് മാത്രമല്ല. എല്ലാം ഞാൻ ഓരോന്നെടുത്ത്, എല്ലാത്തിലും നല്ല പൊടിയുണ്ടായിരുന്നു. കാണുമ്പോൾ നമുക്ക് വലിയ പൊടിയൊന്നും ഫീൽ ചെയ്തിട്ടില്ല, പക്ഷേ നല്ല പൊടിയുണ്ടായിരുന്നു എല്ലാത്തിലും, ആ ഷെൽഫിൻ്റെ മുകളിലും എല്ലാം. ഒന്നാമത് ഈ കോഫി ബ്രൗൺ കളറായതുകൊണ്ട് പൊടി നമുക്ക് പെട്ടെന്ന് എടുത്തറിയാനും പറ്റും. അപ്പോൾ ഈ ഓരോ ബോട്ടിൽസും എല്ലാം ഞാനെടുത്ത്, നമ്മുടെ ഫാമിലി ഫോട്ടോയും ബെഡിൻ്റെ മുകളിലാണ് അതൊക്കെ ഇരിക്കുന്നത്, അതൊക്കെ എടുത്ത് നന്നായിട്ട് വൈപ്പ് ചെയ്തു. നമ്മുടെ DY ലിക്വിഡ് ഉപയോഗിച്ച് നന്നായിട്ട് ഞാൻ വൈപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. മക്കളുടെ കുറച്ച് ട്രോഫിയൊക്കെ ഉണ്ട്, ഞാനത് അവിടെയാണ് വെച്ചിരിക്കുന്നത്. അത് ബെഡ്റൂമിൽ വെച്ചതല്ല, ആക്ച്വലി ഷെൽഫ് അവിടെ സ്റ്റഡി ടേബിളിൻ്റെ അവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഇങ്ങോട്ട് വെച്ചെന്നേ ഉള്ളൂ. അപ്പം ബെഡ്റൂമിൻ്റെ ആ ഷെൽഫൊക്കെ കാലിയായിട്ടാണ് ഇരിക്കുന്നത്, അവിടെ ഒന്നും ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഇതെല്ലാം അവിടെ ഫിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത്യാവശ്യം ഡസ്റ്റിംഗ് ഒക്കെ ഏകദേശം കഴിയാറായി. നല്ലവണ്ണം തുടച്ചെല്ലായിടത്തും നല്ലവണ്ണം തുടച്ചു എടുത്ത് ഞാൻ എപ്പോഴും കരുതും ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ക്ലീൻ ചെയ്യണമെന്ന്, എന്നാലും ചിലപ്പോഴൊന്നും പറ്റാറില്ല, എന്നാലും മാക്സിമം ഞാൻ ട്രൈ ചെയ്യാറുണ്ട്. അപ്പോഴാണിത് ഈ ബെഡിൻ്റെ സൈഡ് ലാമ്പ് ഉണ്ടല്ലോ, അതിനകത്തൊക്കെ നല്ല പൊടിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ ഒന്ന് നമുക്ക് ഊരിയെടുക്കാം കേട്ടോ, ഇതെല്ലാം ഊരിയെടുക്കാൻ പറ്റുന്നതാണ്. അതെല്ലാം പതുക്കെ ഊരിയെടുത്തിട്ട് അത് ഞാൻ ഫിറ്റ് ചെയ്തില്ല, കാരണം അതിനകത്തൊക്കെ ആ ബൾബിൻ്റെ ഇടയിലും ഒക്കെ നല്ല പൊടിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചത് നമ്മുടെ വാക്യൂം ക്ലീനർ ഉപയോഗിച്ചിട്ട് എയറങ്ങ് കളഞ്ഞ എയർ കൊടുത്താൽ പെട്ടെന്ന് അത് പറന്ന് പോകാൻ പൊടിയൊക്കെ. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് കരുതി. അപ്പോഴാണ് നോക്കിയപ്പോൾ ഒരു സൈഡ് ലാമ്പിൽ, ബെഡിൻ്റെ 2 സൈഡിലും ഉണ്ട് ലാമ്പ്, അതിലൊരു സൈഡിൽ ലാമ്പിനൊരു അനക്കം പോലെ. അപ്പോൾ പെട്ടെന്ന് ഞാൻ വിചാരിച്ചു എന്നാൽ അത് സ്ക്രൂ വെച്ചൊന്ന് ടൈറ്റ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. ചെറിയൊരെന്തോ അറിയത്തില്ല, ഇനി കൈ തട്ടിയതോ വല്ലതായിരിക്കും. അപ്പോൾ ആ പൊടിയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ചെന്നൊന്ന് ചൂല് വെച്ചും കൂടെ, ഇത് വലയടിക്കുന്ന ചൂലാണ് കേട്ടോ, തൂക്കുന്ന ചൂലല്ല, അതെല്ലാം വെച്ച് ഒന്നും കൂടെ ഒന്ന് വൈപ്പ് ചെയ്ത് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ പൊടിയെല്ലാം ഞാൻ അടിച്ച് കളഞ്ഞു. ഇനിയിപ്പോൾ താഴെയുള്ള പൊടി, ബെഡിലൊക്കെ നന്നായിട്ട് പൊടി വീണിട്ടുണ്ട് കേട്ടോ, അപ്പോൾ അതെല്ലാം നന്നായിട്ട് തൂത്തെടുത്തു. ജനൽ ഓൾറെഡി ഞാൻ തുടച്ചായിരുന്നു, അതിൻ്റെ വീഡിയോ എടുത്തില്ല. പിന്നെ ഈ കർട്ടൻ ബ്ലൈൻഡ്സും ഒന്ന് മോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത് വാക്യൂം ക്ലീനർ വെച്ച് സക്ക് ചെയ്താണ് ഞാൻ എടുത്തത്. പൊടി അതിൻ്റെ ഇടയിൽ, ഞാൻ പറഞ്ഞില്ല എന്നാൽ അതിൻ്റെ ഇടയിലൊക്കെ നന്നായിട്ട് ഉണ്ട്. ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മോപ്പ് ചെയ്ത് എടുക്കാം. ഞാൻ ഓൾറെഡി ഫാനും കൂടി ഇട്ടിട്ടുണ്ട്, അപ്പോൾ പെട്ടെന്ന് അങ്ങത് ഉണങ്ങിക്കോളും. ഈ മഴക്കാലം ആയതുകൊണ്ട് ഉണങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചൂടുകാലമാണെങ്കിൽ പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് മോപ്പ് ചെയ്തെടുക്കുമ്പോഴേ നമ്മൾ ഫുള്ള് റൂം മോപ്പ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ബാക്ക് എല്ലാം ഉണങ്ങിക്കോളും. പക്ഷേ ഇത് മഴക്കാലമായതുകൊണ്ട് ഭയങ്കര പാടാണ്. ഫാനൊക്കെ നല്ല സ്പീഡിനിട്ടാണ് ഞാൻ എടുത്തത്. ഇനി ബെഡ്ഷീറ്റും എല്ലാം ഒന്ന് മാറ്റിയിട്ട് നല്ലൊരു ബെഡ്ഷീറ്റൊക്കെ എടുത്തിട്ട്, ഇത് ഓൾറെഡി ഫാനിൻ്റെ പൊടിയെല്ലാം ആ ബെഡ്ഷീറ്റിലുണ്ട്, അതെല്ലാം പൊതിഞ്ഞ് ഞാൻ എടുത്തു, അല്ലെങ്കിൽ ബെഡിലുമൊക്കെ. ഇത് നമ്മുടെ വാക്യൂം ക്ലീനറിലുള്ളതാണ്. നമ്മൾ ഈ ബെഡിൻ്റെ ഇടയിലുള്ള പൊടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ അതിൻ്റെ ഇടയിലുള്ള പൊടിയൊക്കെ തെറിപ്പിച്ച് കളയാൻ പറ്റും.
അപ്പോൾ അതൊക്കെ ബെഡിന് സൈഡിലൊക്കെ വെച്ച് പൊടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മക്കളുടെ പെൻസിലും സ്ലൈഡും ഒക്കെ അതിൻ്റെ ഇടയിൽ നിന്നൊക്കെ കിട്ടിയായിരുന്നു. അതെല്ലാം എടുത്ത് കഴിഞ്ഞിട്ട് ബെഡും കൂടെ ഞാനൊന്ന് ഡസ്റ്റ് ചെയ്തെടുത്തിട്ടാണ്. അപ്പോൾ അവസാനം ഞാൻ ബെഡ്ഷീറ്റ്, എനിക്ക് ബെഡ് കവറില്ല, അതിന് പകരം ഞാൻ 2 ബെഡ്ഷീറ്റാണ്. പഴയ ഒരു ബെഡ്ഷീറ്റ് ഞാൻ എപ്പോഴും എല്ലാ ബെഡിൻ്റെ അടിയിലോട്ട് ഇടും, ഒരു ഇതിന് വേണ്ടി. അല്ലെങ്കിൽ ബെഡ് കവർ ഉപയോഗിച്ചാലും മതി. എനിക്ക് ആക്ച്വലി ബെഡ് കവർ കിട്ടിയില്ല. അതിന് ശേഷം ഞാൻ അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു ബെഡ്ഷീറ്റും കൂടെ വിരിച്ചു. ഡബിൾ എക്സൽ അല്ല, കിങ് സൈസിലെ ബെഡ്ഷീറ്റാണ് കേട്ടോ. അതും കൂടെ നന്നായിട്ട് വിരിച്ചു. അപ്പോൾ ഇന്നത്തെ ഡസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞു. മഴക്കാലം, പുറത്ത് നല്ല മഴയാണ് കേട്ടോ, പുറത്ത് നല്ല മഴയാണ്. അപ്പം അതെല്ലാം കഴിഞ്ഞ് എല്ലാം ഡസ്റ്റ് ചെയ്ത് അത്യാവശ്യം നമ്മൾ പണിയെല്ലാം കഴിഞ്ഞു. തലാണിയും കൂടെ റെഡിയാക്കി കഴിഞ്ഞ് നമ്മൾ മാസ്റ്റർ ബെഡ്റൂം റീസെറ്റിംഗ് ഈസ് റെഡി. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.